ഹായ് ഹലോ എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാവ് നട്ടവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞങ്ങളുടെ പ്ലാവാണ് കേട്ടോ. പ്ലാവ് ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കൊരു ഫ്ലാഷ് ബാക്ക്. നമ്മുടെ ഫാമിലെ ഒരു നല്ല സൂപ്പർ പ്ലാവ് ഇത് കണ്ട, ചക്ക കിടക്കുന്ന കണ്ട, ഒരു 25 ചക്ക ഇവിടെയുണ്ട്, ടോപ്പിലും ചക്കയുണ്ട്. അപ്പോൾ ഇത് വട്ടം ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലൊരു കാലിട്ട് സപ്പോർട്ട് കൊടുത്തിരുന്നതാണ്. ആ കാലിനെ ഒടിച്ച് കളഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പിൽ ഭയങ്കര കനം തൂങ്ങി. നമ്മൾ ഇത്രയും വളവും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞാനിത് പ്രൂൺ ചെയ്യണമെന്ന് വിചാരിച്ചു. ഒരു പ്രാവശ്യം കഴിഞ്ഞ കൊല്ലം പ്രൂൺ ചെയ്തതാണ്. ഈ കൊല്ലം അപ്പോൾ കുറച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കാറുണ്ട്. കാരണം ഇപ്പോൾ ചക്കയുള്ളൂ. ഇപ്പോൾ നമ്മളത് പ്രൂൺ ചെയ്താൽ ചെറിയൊരു പനിക്കൽ പ്ലാവിന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ചക്കകൾ ചിലപ്പോൾ കുറച്ച് പൊഴിഞ്ഞു പോകും. അപ്പോൾ അത് കാരണം ഞാൻ പ്രൂൺ ചെയ്തില്ല. ഈ ചക്കയുടെ കഴിയെ കണ്ട് പ്രൂൺ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അപ്പോഴേക്കും കനം തൂങ്ങിയിട്ട് ഇപ്പം മഴയും കൂടി പെയ്യുന്നത് കൊണ്ട് ഇലകൾക്കും മൊത്തം കനം തൂങ്ങി നമ്മുടെ പ്ലാവ് ആ സപ്പോർട്ട് ഉണ്ടായിരുന്ന സപ്പോർട്ടിനെ ഒടിച്ച് പ്ലാവ് വട്ടം ഒടിഞ്ഞു പോയി. മറയല്ല ചെയ്തേക്കണേ, ഒടിഞ്ഞേക്കാണ്. അപ്പോൾ ഇതുപോലെ വിയറ്റ്നാം സൂപ്പർ എയർലി നട്ട് നല്ലോണം ചക്കയൊക്കെ ആയൊരു പ്ലാവിൻ്റെ തല നമ്മളുടെ സമയം നോക്കാതെ തന്നെ കറക്റ്റ് ചെയ്ത് നിർത്തിയില്ലെങ്കിൽ ഇതുപോലെ സംഭവിക്കാം. ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ ഞാനപ്പോൾ തന്നെ ഇത് പ്രൂൺ ചെയ്യാനുള്ള സംവിധാനം ചെയ്തേനെ. ഇനിയിപ്പോൾ നാളെ ഏതായാലും ഞാൻ വന്നിട്ട് ഭൂരിഭാഗം പ്ലാവുകൾ പ്രൂൺ ചെയ്യുകയും കാര്യങ്ങളും ചെയ്യും. ഇപ്പം നമ്മുടെ പ്ലാവിൻ്റെ കട ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്ലാവ് മൊത്തത്തിൽ പോവില്ല. ഈ ടോപ്പ് വശം ഒടിഞ്ഞു പോയത് കൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതുമ്മ വേറെ പൊടിപ്പുകൾ വരും. പൊടിപ്പുകൾ വന്ന ഒരു 2 വർഷം കഴിഞ്ഞതിന് ശേഷം നമുക്കിതുമ്മ ചക്കയാവുള്ളൂ. അപ്പോൾ ഈ പ്ലാവിൻ്റെ പവർ അതിന് വന്നോന്നുണ്ടെങ്കിൽ ഒരു 4 വർഷമെങ്കിലും പിടിക്കും. അപ്പോൾ നമ്മൾ പ്ലാവിന് ചൂളയുടെ കഴ വാങ്ങി ഇങ്ങനെ സപ്പോർട്ടൊക്കെ ഇട്ട് കൊടുത്തതാണ്. സപ്പോർട്ട് ഇട്ട് കൊടുത്തുവെങ്കിലും പ്ലാവിൻ്റെ തല കണ്ട. ഇന്നിപ്പോൾ ഞാൻ അവിടുത്തെ പറമ്പിലെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രൂൺ ചെയ്യുകയും കാര്യങ്ങളും ചെയ്തില്ല. അപ്പോൾ വളം കൊടുത്തു നോക്കുമേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇലകൾ കൂടും. അതുപോലെ ചക്കയുണ്ട്. ഇപ്പം ഇതിൻ്റെ ടോപ്പിൽ ചക്ക കിടക്കണുണ്ട്, അവിടെ ചക്ക കിടക്കുന്നത് ഇവിടെ. അപ്പോൾ ഇതുപോലെ ചക്കയും ഈ ഇലകളും കൂടി വരുമ്പോൾ ഈ അപ്പുറത്തെ പാർട്ടിയിലൊക്കെ ഉണ്ട്. ആ പാർട്ടി ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ വരുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താങ്ങാവുന്ന ഈ ഇതിൻ്റെ വണ്ണത്തിനുള്ള താങ്ങാവുന്ന കണ്ടീഷനിൽ കൂടുതൽ ഇലകൾ വന്നു കഴിയുമ്പോൾ ഇത് വളയുകയും അതുപോലെ ഒടിയുകയും കാര്യങ്ങളും ചെയ്യും. നമുക്ക് അവിടുത്തെ പറമ്പിൽ അവർ 50 ചക്കയെങ്കിലും ഉള്ള ഒരു പ്ലാവാറുണ്ട്. അത് ആവറേജ് ശരിക്കും 2 വർഷമായ പ്ലാവിന് ഉള്ള ഹൈറ്റും വെയ്റ്റും എല്ലാ സംഭവവും ഉണ്ട്. നല്ല തടിയുള്ള പ്ലാവാണ്. പക്ഷേ തല കൂടുതൽ ഇലകൾ വന്ന് കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അത് ഇതുപോലെ സപ്പോർട്ട് കൊടുത്തായിരുന്നതാണ്. ഇത് നമ്മൾ ചൂളക്കഴ വാങ്ങിയിട്ട് സപ്പോർട്ട് ഇട്ട് കൊടുക്കണതാണ്. ഇത് ഒരെണ്ണം വാങ്ങണതിന് 160 രൂപ റേറ്റൊക്കെ വന്നതാണ്. അത്രയും വലിയ കാലിനെ വരെ അത് ഒടിച്ച് കളഞ്ഞു. ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കാലും ഏകദേശം ഒടിഞ്ഞ കണ്ടീഷനായി. ഞാൻ ഇന്നൊരു ചെറിയ കെട്ടി കൊടുത്തതാണ്. അപ്പോൾ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഇത് പ്രൂൺ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ പ്ലാവ് നട്ടവരെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക. പ്ലാവിന് നല്ല വളർച്ചയും അതുപോലെ ഇലത്തൂപ്പും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ മഴക്കാലവും കാറ്റും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാവ് മറയാനും ഒടിയാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോർമൽ പ്ലാവാണെങ്കിൽ, നമ്മുടെ നാടൻ പ്ലാവാണെങ്കിൽ നമ്മളൊന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. അത് ഒടിയില്ല. അതിനുള്ള കരുത്തും കാര്യങ്ങളോടും കൂടി അത് വളർന്നു പോകും. പക്ഷേ വിയറ്റ്നാം സൂപ്പർ എയർലി അതുപോലെയുള്ള ഇനങ്ങളൊക്കെ വയ്ക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇതുപോലത്തെ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമ്മളിത് പ്രൂൺ ചെയ്യാൻ വേണം. എങ്ങനെ പ്രൂൺ ചെയ്യണമെന്ന് വേണം. ഇത് പ്രൂൺ ചെയ്യുന്ന സംഭവമാണ്. ഇതിന് ഹൈറ്റും കൂട്ടാം നമുക്ക്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ ഇതുമ്പോൾ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്പുകൾക്ക് വണ്ണം കൂടുതലാണ്. നമുക്ക് കട്ട് ചെയ്യാനുള്ള ഇതിൻ്റെ മൂർച്ചയും കാര്യങ്ങളും കൊണ്ട് ഇത് കട്ട് ചെയ്ത് പോരില്ല. അപ്പം നമ്മൾ യൂസ് ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാൽ വാളാണ്. അപ്പോൾ ഇതുപോലെ ഇതിനെ നമുക്ക് 3 സ്റ്റെപ്പാക്കി എടുക്കാവുന്ന ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ ടോപ്പ് കട്ട് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ നമ്മൾ ഇത്രയും ഹൈറ്റിലേക്ക് പോണേക്ക് മുമ്പ് തന്നെ നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ചെറിയ ശിഖരങ്ങളാണെങ്കിൽ നമ്മളിത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഇത്രയും ഹൈറ്റിലേക്കും പോവില്ല, കാര്യങ്ങൾ വരില്ല. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം ചെയ്തതാണെങ്കിലും പെട്ടെന്ന് ഇവർ വളം നന്നായിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് വളർന്നു. ഇവിടെ ചെയ്തായിരുന്നോ? ഇതൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ഈ പ്ലാവിൻ്റെ
ഏറ്റവും ടോപ്പിലേക്ക് പോയേക്കണ ശിഖരങ്ങളാണ് കട്ട് ചെയ്യണത്. അതപ്പോൾ ഈ ശിഖരത്തിൽ 2 കഴിഞ്ഞ തവണ പ്രൂൺ ചെയ്തപ്പോൾ 2 ശിഖരം വന്നു. അത് 2 ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളയാം. പിന്നെ അപ്പുറത്തേക്ക് ഒരെണ്ണം വളർന്നു, അതിൽ ചക്ക ഉണ്ട്, അതിൻ്റെ ടോപ്പ് ഇപ്പോഴും കളയും. അല്ലെങ്കിൽ ആ സൈഡിൽ ഇലത്തൂപ്പ് കൂടുതലാണ്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യണം. ഈ ചെറുതിനെയും കളയാണ്, അതിൻ്റെ ടോപ്പിലേക്ക് പോയതിനെയും കളയാം. അതുപോലെ ഇത് മുകളിലേക്ക് ഹൈറ്റിലേക്ക് വീണ്ടും പോവാണ്, അതിനെ നമ്മൾ കട്ട് ചെയ്യാം. നമ്മളുടെ ഈ പ്ലാവിൽ ആദ്യമായിട്ട് ചക്കയായതാണ്, പക്ഷേ നിറച്ച് ചക്കയുണ്ട്. അത് കുഴപ്പമില്ലാത്തവണ്ണം കടയ്ക്കൊന്നും ഇല്ല, പൊക്കത്തിലാണ്. അപ്പോൾ മുകളിലുണ്ടാകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഫംഗസ് കാര്യങ്ങൾ കുറവായിരിക്കും, വലിയ പ്രോബ്ലം വരില്ല. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് പ്രൂൺ ചെയ്യാൻ ഈ കട്ടറാണ്. ഈ കട്ടറാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റിൽ ആ റൗണ്ടിൽ ഇങ്ങോട്ട് കട്ടായി പോരും. അപ്പോൾ ഇതിന് വണ്ണം കൂടിയതാണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ വാള് യൂസ് ചെയ്യണത്. വാള് യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് സ്വല്പം തൊലി പൊളിയാനൊക്കെ ചാൻസ് കൂടുതലാണ്, ഹൈറ്റും കൂടുതലല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഈ ചെറിയ കൊമ്പാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ തൊലി പൊളിയെ ഒരു കാര്യങ്ങളും ചെയ്യില്ല. ഇത് ശരിക്കും റംബുട്ടാനൊക്കെ പ്രൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൂണിങ് സംഭവമാണ്. അപ്പോൾ മറ്റേതാകുമ്പോൾ നമുക്ക് കൂടുതൽ വലിപ്പം ഉണ്ടെങ്കിൽ തൊലി പൊളിയും. ഇതിപ്പോൾ ഒന്നുമില്ല, ഇത് കണ്ട. ഇപ്പം നമ്മൾ ഈ ഒരു പ്ലാവിലാണ് പ്രൂൺ ചെയ്യാൻ പോണത്. അതിലൊരു നല്ലൊരു വലിപ്പമുള്ള ചക്ക തന്നെ മുകളിലുണ്ട്. ഇപ്പം നമ്മൾ ഇതിൻ്റെ 4 ടോപ്പിലേക്ക് പോകണ 4 പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഇതുമ്മേ പല സ്ഥലത്തും ആ ടോപ്പിലൊക്കെ ചക്കയുണ്ട്. നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളുടെ ടോപ്പിലേക്ക് വലുതായി പോണ ശിഖരങ്ങളാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. പ്രൂണിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങളുടെ വിയറ്റ്നാം സൂപ്പർ എയറിലേക്ക് പ്ലാവിനെ നമ്മൾ പ്രൂൺ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൃഷിലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കൂടുതൽ കൃഷി അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉടനെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.